കുരുമുളക് കിൻഡലിൽ മഞ്ചേരി നാടൻ 39,000 രൂപ, കോഴിക്കോട് നാടൻ 38,300 രൂപ, കോഴിക്കോട് ചേട്ടൻ 38,800 രൂപ, കോഴിക്കോട് വയനാടൻ 39,300 രൂപ, മാനന്തവാടി ചേട്ടൻ 39,700 രൂപ, മാനന്തവാടി വയനാടൻ 40,200 രൂപ. ഇവൻ ദീപക് സിനിമാ നടനാവണമെന്ന് പറഞ്ഞ് തെണ്ടിത്തിരിഞ്ഞു കിടക്കുന്ന കുറേ പേരുടെ കൂട്ടത്തിൽ ഇവനുമുണ്ട്. അല്ലെങ്കിലും പുതിയ കലാകാരന്മാരെ അംഗീകരിക്കാൻ നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും മടിയാണെന്നാണ് ഇവന്റെ കണ്ടെത്തൽ. എൻ്റെ ആഗ്രഹം ഒരു നടനാവണമെന്നാണ്. പക്ഷേ നാട്ടുകാരോട് പറഞ്ഞപ്പോ നടനോ നീയോ? ഞാനിന്ന് ചിരിച്ച് ചാവും. അയ്യേ ദീപേട്ടൻ നടനോ? എനിക്കൊക്കെ നടനാ ഇത് ആളെ കുറഞ്ഞു കിട്ടിയ എടോ ഈ അഭിനയം എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? നമുക്ക് വേണ്ടാത്ത ഓരോ ഇടങ്ങളിൽ പോകുന്നു. വരുന്ന പണി നോക്കിച്ചല്ലേ. പക്ഷെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന മാരുണ്ടല്ലോ, സിനിമാ പ്രാന്തനെ എൻ്റെ കൂടെ ഓസിന് സിനിമ കാണാൻ പല രീതിയിലും പോയി. നീ വലിയൊരു നടനാവും. അളിയ നിന്റെ മുഖത്തെ ആ ഭാവം, ഓ മച്ചു അടുത്ത സാർ നീ തന്നെടാ. പക്ഷെ ഇവന്മാരുടെ ഡയലോഗിൽ നമ്മൾ പോയി. അളിയാ സിനിമയ്ക്ക് പോയല്ലോ. ഈ കുന്നിറങ്ങി വരുന്നതാണ് എൻ്റെ അച്ഛൻ. ആള് ഫോക്കസ് ഔട്ട് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് സന്തോഷ് പണ്ഡിറ്റ് പാടാണോ. പക്ഷെ അച്ഛൻ ഒരു അറുപിസ്കനാ, അതുകൊണ്ടാണ് മുഖം കാണിക്കാൻ. സിനിമ കാണാൻ നയാ പൈസ തരില്ല എനിക്ക്. എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ നടക്കാതെ ഒന്നും ആലോചിച്ചിട്ട്. ഓ എത്തിയോ നേരത്തെ വായനക്കാരിയായിട്ട് നടക്കണ്ട്. ജയസൂടെ 2 പടം റിലീസ്. മാസം കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ഇന്നെന്ത് ചെയ്യും? ഓ കുരുമുളകിനൊക്കെ റെക്കോർഡ് വിലയാ. തിരുവാതിര ഞാറ്റ വില കുറവായത് കൊണ്ടാ ഇത്രയും വില. ആ ഈ മാസത്തെ ചെലവനായി. ഗൾഫിൽ ഇന്ന് എണ്ണ എങ്ങനെയോ അതുപോലെയായിരുന്നു കേരളത്തിൽ അന്ന് കുരുമുളക്. അതിലായിരുന്നു ഗാമയുടെയും കണ്ണ്. വെറുതെ അല്ല വാസ്കോഡ ഗാമ കപ്പൽ കയറി നമ്മളെ നാട്ടിൽ വന്നത്. കുരുമുളക് കിൻഡലിൽ മഞ്ചേരി നാടൻ 39,000 രൂപ, കോഴിക്കോട് നാടൻ 38,300 രൂപ, കോഴിക്കോട് ചേട്ടൻ 38,800 രൂപ. ഒരു തുളസിച്ചെടിക്ക് പോലും വെള്ളം നനയ്ക്കാത്ത ഞാൻ മഴ പെയ്തിട്ടും കുരുമുളക് ചെടിക്ക് മാത്രം വെള്ളം നനയ്ക്കുന്നത് കണ്ടിട്ട് അച്ഛന് സംശയം. ചെക്കന് പ്രാന്തായ. അല്ലെങ്കിലും അതിബുദ്ധി ആപത്താണെന്നാണ് കാരണവന്മാര് പറയാറ്. മുന്തിരിത്തോപ്പുകളിലെ സോളമച്ചാൻ സോഫിയെ പ്രപ്പോസ് ചെയ്ത പോലെ ഞാൻ പ്രപ്പോസ് ചെയ്തത് കുരുമുളകിനായിരുന്നു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. ഒരു സുപ്രഭാതത്തിൽ കുരുമുളക് മോഷ്ടിക്കുന്ന കാര്യം അച്ഛൻ എങ്ങനെയോ അറിഞ്ഞു. ബെസ്റ്റ് ആക്ടർ തിരക്കഥ വായിച്ച് ബെസ്റ്റ് ആക്ടർ ആവാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തൊരു കരിഞ്ഞ സ്മെല്ല്. എൻ്റെ പഠിക്കണ പുസ്തകം കത്തിച്ചാൽ ഇത്ര വിഷമമുണ്ടാവില്ല എന്ന് അച്ഛനറിയാം. അതുകൊണ്ടാ 8ന്റെ പണി എന്നത്. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും.
അവസാനം ചാൻസിനായി ഞാനൊരു ഡയറക്ടറിൻ്റെ വീട്ടിലെത്തി. ആരാ? ഡയറക്ടർ സാറില്ലേ? ഇല്ല, സാറ് സ്റ്റുഡിയോ പോയിരിക്കുകയാണ്. ഞാൻ അഭിനയിക്കാനൊരു ചാൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാണ്. സാറ് വരാൻ രാത്രിയോ? ഓക്കെ, ഞാനെന്നാ പിന്നെ വന്ന് കണ്ടോളാം. ആരാ? ഏതോ ഒരുത്തന്നെ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചു വന്നാണ്. രാവിലെ തന്നെ ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളും അഭിനയിക്കാൻ ചാൻസും ചോദിച്ച്. ആ പിന്നെ കുരുമുളക് ഉണക്കാൻ വെച്ചോ? വെച്ചിട്ടുണ്ട് സാർ. കുരുമുളകിനൊക്കെ ഭയങ്കര വിലയാ. ഹലോ, എടാ കയ്യിൽ 5 പൈസ അല്ലടാ. ചാൻസ് ചോദിച്ച് ചെല്ലുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന അനുഭവം തന്നെയാണ് ഇത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നറിയില്ല. സിനിമ എനിക്കൊരു പാഷനാണ്. ഏതൊരു പട്ടിക്കൊരു ദിവസം ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു നാളെ എൻ്റെ മാവും പൂക്കും.